പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഓട്ടം ചാട്ടം ഒക്കെ ചെയ്യുന്ന ആളാണ്. 1 മിനിറ്റ് കൊണ്ട് ഞാൻ നേരെ മറിഞ്ഞിട്ട് വീൽ ചെയറിൽ ഇരിക്കേണ്ടി വരും. അതെന്താ റോപ്പ് പൊട്ടി? അതൊരു അസാൾട്ടിന്റെ ട്രെയിനിങ് ആയിരുന്നു. നമ്മുടെ വലിയ നെറ്റില്ലേ, അത് പിടിച്ചിട്ട് താഴേക്ക് ഇറങ്ങണം. അത് ആ പിടിച്ചേല് കയറ് പൊട്ടിയിട്ട് ബാക്ക് അടിച്ചു വീണതാ. ഒരു നേഴ്സ് അവിടെ നിന്ന് പറയുന്നത് കേട്ടതാണ്, ഇന്ന് നടക്കാൻ പറ്റൂല എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. ശരിക്കും നമ്മുടെ ലൈഫ് എവിടെയോ സ്റ്റക്കായി എന്ന് തോന്നിയ സമയത്താണ് നമുക്കൊരു പുതുജീവൻ നൽകുക എന്ന് പറയുന്ന പോലെ അഖിലയുടെ എൻട്രി. ഇത്ര അടുത്തിരുത്തി പൊക്കി പറഞ്ഞിട്ട് എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടോ നോക്കി. ഇതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ടോ? ചക്കിക്കൊത്ത ചങ്ങരെന്ന് പറഞ്ഞ പോലെ അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും. ആരാദ്യം പറഞ്ഞ തുറന്നു? ഇവിടെ ആർമി ഗേൾ എന്നാണ് പ്രൊഫൈൽ പേര്. ആർമി ഇഷ്ടമായിരുന്നു? ഞാൻ ആർമിക്ക് വേണ്ടിട്ട് ഇങ്ങനെ കുറെ ട്രൈ ചെയ്യാനൊക്കെ. അപ്പൊ ആ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ മെസ്സേജ് അയച്ചത്. എന്റെ കാര്യം പറഞ്ഞില്ലെങ്കിലും ഞാൻ അവിടുത്തെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനെ ഈ റൂട്ട് മാറ്റി കെട്ടിക്കൂടെ എന്ന ചോദ്യം വന്നപ്പോഴാണ് ഞാനും എനിക്കൊരു കാര്യം പറയാനുണ്ട്, നീ ഇതുവരെ മനസ്സ് പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. കരുതി അത് കേട്ടോണ്ട് ഇനി പോയോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങോട്ട് കോൾ ചെയ്തു. എനിക്ക് ആദ്യം ഇത് കേട്ടപ്പോൾ തന്നെ കരച്ചിലാണ്. ഞാൻ പറഞ്ഞ എല്ലാം ഒക്കെ ആണെങ്കിലും എനിക്ക് സാധാരണ ഉള്ളവരെ പോലെ ഇങ്ങനെ ബൈക്കിൽ ചുറ്റി നടക്കുക, അതായത് നോർമൽ ആള് ചെയ്യുന്ന പോലെ ഇതൊന്നും പറ്റൂല. സന്തോഷത്തിന്റെ ഇടയിൽ നീ കുറെ സഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ആ സങ്കല്പത്തിലുള്ള എല്ലാം ഉണ്ട്. കാഴ്ച കൊണ്ടിട്ടാണെങ്കിൽ പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇവളുടെ വീട്ടിൽ അറിഞ്ഞാൽ പ്രശ്നമാവോ എന്ന് കരുതിയിട്ടാണ് കല്യാണത്തിലേക്ക് എത്തുന്നത്. ഇന്നവരെ ഞങ്ങൾ പറഞ്ഞില്ല, വിട്ടുപോയൊരു കാര്യം. കാരണം ചേച്ചി ഒത്തിരി ഹെൽപ്പ് ചെയ്തു. കെട്ടിയ പെണ്ണിനെ വീട്ടിലേക്കാണ് കൊണ്ടുപോകേണ്ടത്, തിരിച്ച് അങ്ങോട്ടല്ല വിടേണ്ടതെന്ന് കൊല്ലത്തുനിന്ന് ഇവളെ അമ്മ വിളിക്കുന്നത്. പക്ഷെ അവിടെ കംപ്ലൈന്റ് കിട്ടിയ സ്ഥിതിക്ക് അവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. ഇന്ന് നമ്മുടെ ഒപ്പമുള്ള 2 അതിഥികൾ നമ്മൾ ലൈഫിൽ പരിചയപ്പെടേണ്ട 2 പേരാണ്. ഒന്ന് പറയുകയാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു മനുഷ്യൻ്റെ ലൈഫിൽ അപ്രതീക്ഷിതമായുണ്ടായ ഒരു അപകടത്തിൻ്റെ കഥയും ആ അപകടത്തെ പോലും മറക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ സ്റ്റോറിയാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ആ 2 വ്യക്തികൾ ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം അഖിൽ ശിവയും അതുപോലെ തന്നെ അഖിലയും. 2 പേർക്ക് നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. എന്താണ് വിശേഷം? കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ കറക്കമൊക്കെ കഴിഞ്ഞായിരുന്നോ? ഞങ്ങള് ഫുള്ള് കറക്കം തന്നെയാണ്. ഞാൻ ഇങ്ങനെ 1-2 ഇൻ്റർവ്യൂസ് ഇങ്ങനെ വാച്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ പറയുന്നൊരു കാര്യം ഉണ്ടായി, എന്നെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യൂ, ഇതൊക്കെ സെലിബ്രിറ്റികളല്ലേ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായി. എന്താ അങ്ങനെ ചോദിച്ചു? എന്താ നമ്മൾ സെലിബ്രിറ്റി ആയിട്ട് തോന്നില്ലേ? ഞാൻ ഒരു സാധാരണക്കാരൻ അല്ല. ഞങ്ങളുടെ ദൈവങ്ങൾ ആരാന്നറിയാമോ? ഞങ്ങളുടെ ദൈവങ്ങൾ ഞാൻ കാണുന്നത് പട്ടാളക്കാരെ തന്നെ. കാരണം നമ്മളൊരു സമാധാനത്തിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അവിടെ കഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അല്ലേ ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? കറക്റ്റ് അല്ലേ? അതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ ഞങ്ങളുടെ റിയൽ ലൈഫ് ഹീറോസാണ്, സെലിബ്രിറ്റീസാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കരുത്. എനിക്ക് പറയാനുള്ള എന്റെ ഒരു ഇന്റർവ്യൂല് നിൽക്കരുത്. ഇതുപോലത്തെ ഒത്തിരി പട്ടാളക്കാരുണ്ട്, നടക്കുന്നവരാണെങ്കിലും വീൽചെയറിലാണ് അപകടങ്ങളിൽ പറ്റിയവർ. അപ്പൊ അവരും കൂടെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ഇന്റർവ്യൂ ഇനിയും ചെയ്തിരിക്കും. അപ്പൊ ആദ്യമായിട്ടൊക്കെ അത് തോന്നാൻ കാരണം എന്നോട് ഇൻസ്റ്റയിൽ ഇങ്ങനെ ചോദിച്ചൊരു ഇന്റർവ്യൂ തരും. ആരാണേലും നമ്മൾ പറ്റിക്കാന്നല്ലേ തോന്നുന്നത്. എനിക്ക് അന്ന് ആ ഫീല് വന്നത് എന്നോട് ആദ്യമായിട്ടാണ് ഒരാൾ ചോദിക്കുന്നത് ഒരു ഇന്റർവ്യൂ തരും. ഞാൻ കരുതി എന്തോ പ്രാങ്കോ എന്തോ പറ്റിക്കാൻ ചെയ്യായിരുന്നു. പിന്നെ എനിക്ക് വിശ്വാസമായില്ലായിരുന്നു. പിന്നെ ആ ചേച്ചി ഇടയ്ക്ക് മെസ്സേജ് അയക്കും, വരാനായോ. നമ്മളോട് പറയും നമ്മൾ ഇന്റർവ്യൂ കുറച്ച് കൺഫേം ആട്ടോ. അവരിടയ്ക്ക് ചോദിക്കുമ്പോ പിന്നെ ലീവ് കിട്ടിയോ അങ്ങനെ ഇടയ്ക്ക് ചോദിക്കും. ലീവ് വരാന്ന് പറഞ്ഞപ്പം തന്നെ അവരെന്തായാലും എടുക്കുന്നുള്ള ഇതായി ഉറപ്പിച്ചു. അപ്പോഴാണ് ഞാൻ ഒരു ഇന്റർവ്യൂ കിട്ടും. പിന്നെ എന്റെ പേടി എന്ന് പറഞ്ഞാൽ എങ്ങനെ സംസാരിക്കണം. സാധാരണ നമ്മൾ ഇന്റർവ്യൂസും ടിവിയിലൊക്കെ കാണാറുണ്ട്, ഇങ്ങനെ അവര് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ ഇരുന്ന്. നമുക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ലല്ലോ. നമ്മൾ ഇതുവരെ എവിടെ ഒരു സ്റ്റേജിൽ പോലും കയറിയിട്ട് സംസാരിച്ചിട്ടൊന്നും ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ചാനലിന്റെ മുന്നിൽ പോയി ഇരുന്നിട്ട് എങ്ങനെ നമ്മൾ സംസാരിക്കും, അതൊക്കെയായിരുന്നു പിന്നത്തെ ചിന്ത. പിന്നെ ഒന്നും നോക്കില്ല, അങ്ങോട്ട് പോയിട്ട് തകർക്കാനൊന്നുമില്ല. അന്ന് ചറ പറയാന്ന് നിർത്തില്ല. ആ ചേച്ചിന്നെ ഞങ്ങളോട് പറഞ്ഞു, സാധാരണ ഞാനാണ് ചോദിക്കാറ്, ഇതൊന്നും ചോദിക്കണ്ടെന്നില്ല, നിങ്ങൾ 2 പേരും. അത് ഈ പറയുന്ന പോലെ ചക്കിക്കൊത്ത ചങ്ങരെന്ന് പറഞ്ഞ പോലെ അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോ മാരേജ് വരെ ചെയ്തത്. ഞങ്ങളുടെ ഈ സംസാരം അതൊന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ സ്നേഹിച്ചതും മുന്നോട്ട് പോയതും ഒക്കെ. ഈ സ്നേഹബന്ധത്തിൽ അതെല്ലാം മാറ്റി ഈ ഒരുമിച്ചിരിക്കാനുണ്ടായ സാഹചര്യം എവിടെ നിന്നാ തുടങ്ങിയത്? ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാ, അങ്ങനെ കിട്ടിയതാ എനിക്ക്. ഓക്കെ. ഫേസ്ബുക്ക് വഴി ശരിക്കും അന്ന് പരിചയപ്പെടുമ്പോ ഈ ആക്സിഡന്റ് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു? പറ്റിയിട്ടുണ്ടായിരുന്നു.
പക്ഷെ പരിചയപ്പെടുമ്പോ ഇവൾക്ക് അറിയില്ലായിരുന്നു. ആഹാ. സ്നേഹത്തിലേക്ക് ഞങ്ങൾ റൂട്ട് മാറിയപ്പോഴാണ് ഞാൻ എന്റെ കാര്യം പറയുന്നത്. ട്രാക്ക് പയ്യെ അങ്ങോട്ട് മാറാൻ തുടങ്ങിയപ്പോൾ കാര്യങ്ങളൊക്കെ അതുവരെ ഞങ്ങള് നല്ല ഫ്രണ്ട്, ചങ്സ് എന്ന് തന്നെ പറയാം, നല്ല കട്ടൊക്കെ ആയിരുന്നു, ക്ലോസ് ആയിട്ട്. ഇപ്പൊ എന്തും തുറന്ന് പറയാൻ പറ്റിയ ഒരാളാക്കി കിട്ടുന്നത് ആദ്യമായിട്ടാ. ഇങ്ങനെ നാട്ടിൽ എനിക്കൊരു കമ്പനിക്കാരുണ്ട്, പക്ഷെ ഇങ്ങനെ ഓൺലൈൻ വഴി ഇങ്ങനെ കട്ടാക്കുമ്പോ എന്തും തുറന്നു പറയാം. പക്ഷെ എന്തും തുറന്നു പറയുമ്പോ തന്നെ എനിക്ക് ഇത് പറയാനുള്ള ഒരു ധൈര്യം ഇല്ലായിരുന്നു മനസ്സിൽ. ഇതെങ്ങനെ എടുക്കും, ഫ്രണ്ട് ആണെങ്കിൽ പോലും എങ്ങനെ അത് ഉൾക്കൊള്ള, അതായത് എങ്ങനെ എടുക്കുന്നുള്ള ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഇവളെ പറ്റി അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളായിരുന്നു. 2 മാസത്തിന് ശേഷമാണ് ഞാൻ കാര്യം പറയുന്നത്. കാരണം അതുവരെ ഞങ്ങൾ നല്ല ക്ലോസ് ആയി പോയി. എപ്പോഴും രാത്രി 1 മണി വരെ 1:30 വരെ ഒക്കെ ചാറ്റ് ചെയ്ത് ഫ്രണ്ട് ആണെങ്കിലും ഞങ്ങൾ നന്നായിട്ട് ചാറ്റ്, കാരണം ഞങ്ങളെ സംസാരം നിൽക്കാറില്ല. പറഞ്ഞാലും ഒരുപാട് പറയാൻ അതേ വേവ് ലെങ്തിലുള്ള ആളാ. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം പോലും എന്റെ നാവ് അടങ്ങിയിരിക്കില്ല. എനിക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. വെറുതെ ആണെങ്കിൽ അമ്മേനോടാണെങ്കിൽ ഇങ്ങനെ, അമ്മ എന്നോട് ചോദിക്കലുണ്ട് നിന്റെ വായ ഒന്ന് അടച്ചു വെക്കാവോന്ന്. അതേപോലത്തെ സെയിം ക്യാരക്ടർ ഉള്ള ഒരാള്, ഫുൾ ടൈം സംസാരം. അപ്പൊ എനിക്ക് നല്ല ഹാപ്പിയായി. കാരണം എനിക്ക് അതേ പറ്റിയ ഒരാളെ കിട്ടി. ഒരിക്കലും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കാണ്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഒരാളാണല്ലോ. ഇത് എങ്ങനെയാ ഇത് അവതരിപ്പിച്ചത്? എങ്ങനെയാ? എനിക്ക് ആരാദ്യം പറഞ്ഞ തുറന്നു? ഞാനാണ് ആദ്യം പറഞ്ഞത്. ആദ്യം റിക്വസ്റ്റ് കൊടുക്കുന്നതും മെസ്സേജ് അയക്കുന്നതും ഒക്കെ ഞാനാ. ആർമി ഗേൾ എന്നായിരുന്നു. ഞാനൊരു ആർമിക്കാരനാണ്. ഇവളെ ആർമി ഗേൾ എന്നാണ് അതിലെ എന്ത് പ്രൊഫൈൽ പേര്. ആർമി ഇഷ്ടമായിരുന്നു. ആർമി ഇഷ്ടമായിരുന്നു. ഞാൻ ആർമിക്ക് വേണ്ടിട്ട് ഇങ്ങനെ കുറെ ട്രൈ ചെയ്യാനൊക്കെ, ഓടാനൊക്കെ പോവുകയായിരുന്നു. അപ്പൊ ആ കാര്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ മെസ്സേജ് അയച്ചത്. ആർമിയിലാണോ എന്താന്നൊക്കെ അറിയാൻ തോന്നി. അങ്ങനെ മെസ്സേജ് അയച്ച് ഹായ് അയച്ചു. അങ്ങനെ ഞാൻ ചോദിച്ചു തുടങ്ങിയപ്പോൾ ഇവള് പറഞ്ഞ് ട്രൈ ചെയ്യുന്നുണ്ട്, ഓടാനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ആദ്യം ഞാൻ സപ്പോർട്ടല്ല, ഞാൻ ഓൾറെഡി ഞാൻ ഇങ്ങനെയാണ്, എന്റെ കാര്യം പറഞ്ഞില്ലെങ്കിലും ഞാൻ അവിടുത്തെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, എങ്ങനെയാ അവിടുത്തെ സ്ഥിതി. എന്നിട്ടും പോവാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് കരുതി. അപ്പോഴും ഇവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പോണം തന്നെ. പിന്നെ ഈ കമ്പനി തുടങ്ങി 2 മാസത്തിന് ശേഷമാണ് എന്നെ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നത്. അതായത് എന്തോന്ന് പറഞ്ഞു വന്നപ്പോ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ കെട്ടിക്കൂടെ എന്ന്. എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് എനിക്കുള്ളിലൊരു പേടി ഉണ്ടായിരുന്നു. ഇത് പറയാൻ വേണ്ടിട്ട് ഒരു ആർമിക്കാരനല്ലേ, ഇവള് സാധാരണപ്പെട്ട ഒരു കുട്ടി, നമ്മളോട് എങ്ങനെയാ ഇഷ്ടാന്ന് പറയോ, അങ്ങനെ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയൊന്നും എനിക്ക് അറിയില്ലല്ലോ. ഇനി എന്നോട് പറയാത്തയാണോ, വേറെ റിലേഷൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ എന്റെ ഫ്രണ്ട്ഷിപ്പ് പോവോ വെച്ചിട്ട് പറയാണ്ടിരിക്കാണെന്നൊക്കെ എനിക്കറിയില്ല. കാരണം കാണാനും അത്യാവശ്യം നല്ലൊരു, അപ്പം കണ്ടാ കാണാൻ നല്ലൊരാളാ. അപ്പം എന്തായാലും ഓൾറെഡി ഒരു റിലേഷൻ ഉണ്ടാവും എന്നൊക്കെ ഉള്ള ഒരു മൈൻഡിലായിരുന്നു ഞാൻ. അങ്ങനെ ചുമ്മാ ഒന്ന് ഇട്ട് നോക്കിയത് നിങ്ങൾ അങ്ങോട്ട് കേട്ടു. പക്ഷെ എനിക്ക് അതിന് മുന്നേ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പുള്ളിയുടെ ക്യാരക്ടർ എന്ന് വെച്ചാൽ എന്റെ സെയിം ക്യാരക്ടർ അതേപോലെ തോന്നി. ഇപ്പൊ എനിക്ക് ഉള്ളിൽ ഒരു ക്രഷ് തോന്നി. പിന്നെ നമ്മൾ ഉള്ളിൽ സ്നേഹം വെച്ചോണ്ട് നിന്നിട്ട് ഭയങ്കര സ്നേഹം കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് പുള്ളിക്ക് ഇഷ്ടമല്ലാതെ എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് ക്രഷ് ആയപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ടോന്ന് ഒരു സംശയം തോന്നിയോണ്ട് ഞാൻ ഒന്ന് എറിഞ്ഞു നോക്കിണ്ടായിരുന്നു. ഐ ലവ് യു അങ്ങനെ എന്തോന്ന് പറഞ്ഞു നോക്കിണ്ടായിരുന്നു നമ്മളെ ഉള്ളിലിരിപ്പ് ഉണ്ടോന്ന്. കാരണം ഞാൻ ഓൾറെഡി ഈ സ്ഥിതിയില്ല, ഞാൻ ഇത് പറയാത്തതുമാണ്. അപ്പൊ ഇത് പറയാണ്ട വെച്ചിട്ട് നമ്മളെ സ്നേഹിച്ചിട്ട് ഒരു ഇതാവേതല്ലോ, കാര്യം അറിഞ്ഞിട്ട് സ്നേഹിക്കാനോ ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ അറിയണം, അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും പറയേണ്ടതുമാണ്. അപ്പൊ ഒന്ന് എറിഞ്ഞു നോക്കി. അന്നൊന്നും അവള് പറഞ്ഞതുമില്ല, ഞാൻ എറിഞ്ഞു നോക്കിയ ടൈമിലും പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചെന്നാ ഓക്കെ നല്ല ഫ്രണ്ട് ആയിട്ട് തന്നെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, മുന്നോട്ട് പോവാണ്. അപ്പോഴാണ് ഇങ്ങനെ ഈ റൂട്ട് മാറ്റി കെട്ടിക്കൂടെ എന്ന് ചോദ്യം വന്നപ്പോഴാണ് ഞാനും ഒന്ന് ഇതായിപ്പോയി എനിക്ക് ഉള്ളിൽ. അപ്പം തന്നെ ഞാൻ അവളോട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിനക്ക് അറിയാത്തൊരു കാര്യമാണ്, നീ ഇതുവരെ മനസ്സ് പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം ഒരു ആർമിക്കാരൻ എന്ന് പറയുന്നത് ആർക്കായാലും സങ്കല്പത്തിൽ എങ്ങനെയാ, ആർമിക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും ചിന്തിക്കൂലല്ലോ വീൽ ചെയറിലാണോ എന്നോ ഒന്നും. അവിടുത്തെ എങ്ങനെയാ നമ്മൾ തോക്കും പിടിച്ച് ഒരു യുദ്ധമൊക്കെ ചെയ്യുന്ന, അതാണ് ഒരു പട്ടാളക്കാരൻ. അപ്പൊ ഇവളും ചിന്തിക്കൂല ഒരിക്കലും. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവൾക്ക് ആദ്യം പേടി വന്നത് ഇതൊന്നുമല്ല. അവള് വിചാരിച്ചു ഞാൻ വേറെ എന്തോ ഒരു കുറ്റവാളിയോ ക്രിമിനൽ കേസൊക്കെ ഉള്ള ഒരാളാന്നാ ഇവള് കരുതി. വേറെന്തോ അവളെ സങ്കല്പത്തിലുള്ള ആള് നല്ല ഒരാളെ. എനിക്കറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ഞാൻ രാത്രിയില്ല പുള്ളിനെ പ്രപ്പോസ് ചെയ്തു. അപ്പൊ എന്നോട് പറയാൻ പുള്ളിക്ക് ഒരു ഇതില്ലായിരുന്നു, മൈൻഡ് ഓക്കെ അല്ലായിരുന്നു. അപ്പം എന്നോടൊരു കാര്യം പറയാനുണ്ട്, നീ അത് നാളെ കേട്ടിട്ട് പറഞ്ഞാൽ മതി. നമ്മള് നോർമലി ചാറ്റ് ചെയ്യതല്ല, എനിക്ക് സംസാരിക്കണം. ഞങ്ങൾ അതുവരെ വീഡിയോ കോളോ സംസാരിച്ചിട്ടോ ഒന്നുമില്ല. ഫോൺ നമ്പർ പോലും കൊടുത്തിട്ടില്ല, മെസ്സഞ്ചറിൽ മാത്രമേ ഉള്ളായിരുന്നു സംസാരം, അങ്ങനെ ക്ലോസ് ആയതാ. അങ്ങനെ പിന്നെ ഇഷ്ടമാന്ന് പറഞ്ഞതിന് ശേഷമാണ് പുള്ളി പറഞ്ഞത് എനിക്കൊരു കാര്യം പറയാനുണ്ട്, നീ ഫോൺ നമ്പർ ഇതാ, ഞാൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്. ആദ്യം എന്റെ മനസ്സിൽ ഫോൺ നമ്പറിന് വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഞാൻ വെച്ച് അന്നായിക്കോട്ടെ, കള്ളം പറഞ്ഞുമ്പോളെ പറ്റിച്ച് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, കള്ളം പറഞ്ഞ ഒരാൾ എന്തിനാ വെച്ചിട്ട് ഞാൻ കൊടുത്ത്.
എന്നിട്ടും പുള്ളി പിറ്റേന്ന് ഇങ്ങനെ എനിക്ക് അന്നേരം രാത്രി ഇത് കേട്ടപ്പോ എന്താ അറിയാൻ ഒരു ക്യൂരിയോസിറ്റി. എന്നിട്ടും എന്റെ മനസ്സിൽ ഞാൻ എന്താ കൊലപാതകയാണ്, എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ, അങ്ങനെ എന്തൊക്കെയോ ചോദിച്ചിട്ടുണ്ട്. ഇവൾക്ക് അറിയില്ലല്ലോ എന്താ സംഭവം. ഞാൻ ഇങ്ങനെ പേടിപ്പിച്ചു, അതായത് നീ ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള ഒരു കാര്യമാണ്. അവിടെ ഉള്ളവർക്കെല്ലാം നാട്ടിലുള്ളവർക്കെല്ലാം അറിയാം, എല്ലാരും അറിഞ്ഞ കാര്യം. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരു പേടി. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട എവിടെയാ എന്താ നമുക്ക് അറിയില്ല, പുള്ളി പറഞ്ഞ ഒരു അറിവ് മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ ആ ഒരു പേടി കാരണം അങ്ങനെ ഞാൻ പിറ്റേന്ന് വിളിച്ചിട്ട് കാര്യം പറയാണ്. എൻ്റെ അവള് സ്കൂളിൽ പോവുമായിരുന്നു, പോയിട്ട് അമ്മൂമ്മേന്റെ വീട്ടിലേറ്റവും അവിടേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഞാൻ വിളിച്ചിങ്ങനെ പറയുന്നത്, നീ വിചാരിക്കുന്ന പോലെ ആർമിക്കാരനാണ്, പക്ഷേ നീ നിന്റെ സങ്കല്പത്തിലുള്ള ആർമിക്കാരനല്ല, ഞാൻ വീൽ ചെയറിലുള്ള ഒരു ആർമിക്കാരനാന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നടക്കാൻ പറ്റൂല, എപ്പോഴാണ് നടക്കാന്നൊന്നും പറയാൻ പറ്റില്ല, ഇപ്പം എന്തായാലും എനിക്ക് നടക്കാൻ പറ്റൂല, ഞാൻ വീൽ ചെയറിലാന്ന് പറഞ്ഞു. കേട്ടപ്പോൾ തന്നെ ഫോണ് കട്ട് ചെയ്ത്. അപ്പൊ ഞാൻ കരുതി അത് കേട്ടോണ്ട് ഇനി പോയോ, അവിടെ ആ ഇത് ഫ്രണ്ട്ഷിപ്പും പോയോന്നൊക്കെയാ ഞാൻ കരുതിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങോട്ട് കോൾ ചെയ്യുന്നത് നമ്പർ. എന്നെ ഇങ്ങോട്ട് വിളിച്ച് അവള് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ആദ്യം ഇത് കേട്ടപ്പോൾ തന്നെ കരച്ചിലാണ് വന്നത്, സങ്കടം വന്നതെന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞു പോയി ഇത് കേട്ടപ്പോൾ. അപ്പം തന്നെ എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഫീല്. കാരണം നമ്മളൊരു കാര്യം കേട്ടപ്പോൾ കരയണമെങ്കിൽ അത് ഉള്ളിൽ നിന്ന് വന്ന ഒരു ആത്മാർത്ഥത ഉണ്ടായതുകൊണ്ടാണല്ലോ. ഒരാൾക്ക് ഒരാളെ കാര്യം കേട്ടിട്ട് സങ്കടം വരണമെങ്കിൽ, കരയണമെങ്കിൽ അത് ആത്മാർത്ഥമായിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉള്ളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കത് അവൾക്ക് ആത്മാർത്ഥത ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവൾ എന്നോട് പറഞ്ഞത്, ഇനി നിങ്ങൾ എങ്ങനെയാണെങ്കിലും ഇതെല്ലാം നിങ്ങളെ പ്രശ്നം നടക്കാൻ പറ്റില്ല, പക്ഷെ എൻ്റെ സങ്കല്പത്തിലുള്ള ഒരാള്, അതായത് നിങ്ങളെ ക്യാരക്ടർ എല്ലാം എനിക്ക് ഓക്കെയാണ്, എനിക്ക് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഞാൻ ഹാപ്പിയാ, ഓക്കെയാ. എന്തുകൊണ്ട് എനിക്ക് ഓക്കെ. ഞാൻ എന്റെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടായിരുന്നു, നമുക്ക് കെട്ടാൻ പോകുന്ന ഒരാളെ പറ്റിയിട്ട്, ഒരു ചെറുക്കനെ പറ്റിയിട്ട് ഒരു സങ്കല്പം ഇല്ലേ, ആ സങ്കല്പത്തിലുള്ള എല്ലാം ഉണ്ട്. കാഴ്ച കൊണ്ടിട്ടാണെങ്കിലും എല്ലാം കൊണ്ടിട്ടും പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാ. അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാം ഓക്കെ ആണെങ്കിലും എനിക്ക് സാധാരണ ഉള്ളവരെ പോലെ ഇങ്ങനെ ബൈക്കിൽ ചുറ്റി നടക്കുക, അതായത് നീ ഇപ്പൊ ബൈക്കിൽ കപ്പിൾസ് എങ്ങനെയാ ബൈക്കിൽ കെട്ടി പിടിച്ചിട്ട് പോവുക, അപ്പൊ നമുക്ക് നോർമൽ ആള് ചെയ്യുന്ന പോലെ ആ ഇതൊന്നും പറ്റൂല. സന്തോഷത്തിന്റെ ഇടയിൽ നീ കുറെ സഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞു, കുറെ കാര്യങ്ങൾ നമുക്കും ഡിഫിക്കൽട്ടീസ് ഉണ്ടല്ലോ. നോർമൽ ആള് ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റുള്ളൂ. എൻ്റെതായ രീതിയിൽ ഞാൻ മാക്സിമം അടിച്ചു പൊളിച്ചിട്ട് തന്നെ ജീവിക്കും, പക്ഷെ അതിനും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ആ ലിമിറ്റേഷൻസിൽ വെച്ചിട്ട് നീ ജീവിക്കേണ്ടി വരും. പിന്നെ കെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് മടുപ്പ് അങ്ങനെയൊന്നും വരരുത്, പിന്നേക്ക് വേണ്ടായിരുന്നു അങ്ങനെയൊന്നും തോന്നിയത്. അപ്പൊ ഞാൻ ഒത്തിരി പറഞ്ഞ് മനസ്സിലാക്കാൻ തോന്നി. അപ്പോഴൊന്നും ഇവളെ തലയിൽ കയറുന്നില്ല, ഇവൾക്ക് ഞാൻ മതി, എന്നെ പിടിച്ച ഉറപ്പിച്ചു. അവൾ ആദ്യം ഫിക്സ് ചെയ്ത് ഇപ്പൊ എങ്ങനെയാണെങ്കിലും ഈ പ്രോബ്ലം ഇവൾക്ക് ഈ വീൽചെയറിലുള്ളതെന്ന് അവളുടെ മനസ്സിലേ ഇല്ല. അതായത് അങ്ങനത്തെ എന്നെ അങ്ങനെ കാണാൻ അപ്പോഴും അവള് തയ്യാറായില്ല. അതായത് നോർമൽ ആളെ പോലെ തന്നെ ഇവളിത് കേട്ടിട്ടും അവൾ അത് അക്സെപ്റ്റ് ചെയ്യാണ്ട്, അതായത് നോർമൽ ആളെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതേപോലെ എന്നെ സ്നേഹിച്ചിട്ട് എന്നോട് അപ്പോൾ പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളെ തന്നെ കെട്ടുള്ളൂ. പക്ഷെ എനിക്കപ്പോൾ അതൊരു സഹതാപമായിട്ടാണ് തോന്നിയത്. ആരായാലും ഇപ്പൊ എന്റെ കഥ കേൾക്കുമ്പോൾ ഒരു സഹതാപല്ലേ ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ ആദ്യം എടുത്തത്. പിന്നെ ഇവളെ മുന്നോട്ട് പോകുമ്പോഴാണ് സ്നേഹത്തിന് എനിക്ക് മനസ്സിലായത് ഇത് സഹതാപല്ല, റിയൽ ആയിട്ടുള്ള സ്നേഹമാണ്. കാരണം എന്നോട് ഇന്നേ വരെ സഹതാപമായിട്ട് ഒന്നും കാണിക്കലോ ഇല്ല, എങ്ങനെയാണോ ഉള്ളത് അതേപോലെ പോലും കൊടുത്തിട്ടില്ല. അന്ന് മുതലേ പരിചയപ്പെട്ടപ്പോൾ മുതൽ എന്നെ എങ്ങനെയാണോ കണ്ടേ, ഞാൻ വീൽചെയറിലാന്ന് അറിഞ്ഞിട്ടും ആ കണ്ട പോലെയാണ് എന്നെ കാണുന്നത് ഇതേവരെ. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇത് കേട്ടപ്പോ ഫസ്റ്റ് മനസ്സിൽ തോന്നുന്നു, കട്ട് ചെയ്ത ഒരു സെക്കൻഡ്സിൽ മനസ്സിൽ എന്താ തോന്നി? എനിക്ക് ആദ്യം ചെറിയൊരു പരിഭവം തോന്നി, കാരണം ഇന്നെ വേറൊരു രീതിയിലാണല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും ഞാൻ ഇട്ടിട്ട് പോകും എന്നുള്ള ഇത്ര നല്ല രീതിയിൽ ക്ലോസ് ആയിട്ട് സംസാരിക്കുമ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇത്ര കട്ട ഫ്രണ്ട്ഷിപ്പാ. അപ്പം ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നോടിത് പറഞ്ഞാൽ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് വരെ കളഞ്ഞിട്ട് പോവും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അതിലൊക്കെ ഉപരി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സങ്കല്പത്തിൽ ഒരാളുണ്ടായിരുന്നു, എന്റെ ഫ്രണ്ടായിട്ടാണെങ്കിലും എന്താണെങ്കിലും ആർമി യൂണിഫോം ഒക്കെ ഇട്ടിട്ടുള്ള ഒരു പട്ടാളക്കാരനാ എന്റെ മനസ്സിൽ. എനിക്ക് ആർമീനോട് അത്ര ഇഷ്ടമായോണ്ട് എനിക്ക് ആ യൂണിഫോമിനോട് ഭയങ്കര ഇഷ്ടം. ആ ഒരു രൂപം സങ്കല്പിച്ചപ്പോ പെട്ടെന്ന് അത് നിൽക്കുന്ന രൂപം പെട്ടെന്ന് ഇരിക്കുന്ന ഒരു രൂപം പോലെ എനിക്ക് മനസ്സിൽ സങ്കല്പിച്ചപ്പം, ഞാൻ ഇത്ര നാൾ സങ്കല്പിച്ചതിൽ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് വന്നപ്പം പെട്ടെന്ന് എനിക്ക് മനസ്സിൽ താങ്ങാനായില്ല, എന്തോ ഒരു സങ്കടം. അത് ഏട്ടനോടുള്ള ഇഷ്ടക്കൂടുതലുകൊണ്ടാണോ ആർമീനോടുള്ള ഇഷ്ടക്കൂടുതലുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പെട്ടെന്ന് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് എന്ത് പറഞ്ഞാൽ ഒന്നുകൂടി സംസാരിച്ചാൽ ഞാൻ ആ പുള്ളീൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു പുള്ളീനെയും കരയിക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കട്ട് ചെയ്തത്. അതെ. ഈ ശരിക്കും ഈ ഒരു ആക്സിഡന്റ് പറ്റുന്ന ഒരു അപ്രതീക്ഷിതമായിട്ട് ഒരിക്കലും
എന്താ പറയാ ഒരു ഇതൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്ന ചിന്തിക്കുന്ന കാര്യമല്ല, ഒരു പ്രാക്ടീസിന്റെ ഇടയിൽ സംഭവിച്ച ഒരു പ്രാക്ടീസ്. കാരണം നമ്മൾ അത്രയും ഓടിച്ചാടി നടന്ന ചെറുപ്പം മുതലേ അങ്ങനെ ചിരിച്ചു കളിച്ച് നടന്ന ഒരാളാണ്. അതായത് പാറി പറന്ന് നടന്നെന്ന് തന്നെ പറയാം. അതായത് ചിലവരുണ്ടാവും വീട് വിട്ട സ്കൂൾ അങ്ങനെയൊക്കെ നടന്നത്. പക്ഷെ ഞാൻ നേരെ മറിച്ചാണ്. ഞാൻ എവിടെയൊക്കെ കറങ്ങാൻ പോകും ഒക്കെ അത്രയും അടിച്ചു പൊളിച്ച് നടന്ന. അപ്പൊ അങ്ങനത്തെ രീതിയിൽ എനിക്ക് പെട്ടെന്ന് വന്നപ്പോ തീരെ നമ്മളിപ്പോ പ്രതീക്ഷിക്കുന്നില്ലല്ലോ എനിക്ക് ഇങ്ങനെ ഉണ്ടാവും അല്ലെ ഒന്നും. അത് മനുഷ്യന്മാരെ ആരെ കാര്യമായാലും അങ്ങനെ ഒരു നിമിഷം മതി നമ്മുടെ ജീവിതം തന്നെ മാറി. അത് അന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കിയതാ. ഒറ്റ നിമിഷം കൊണ്ടാണ് ഇത്രയുള്ള മനുഷ്യന്റെ കാര്യവും. ഓടി നടന്ന ഞാൻ അതുവരെ ആ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഓട്ടം ചാട്ടം ഒക്കെ ചെയ്യുന്ന ആളാ. ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ നേരെ മറിഞ്ഞിട്ട് വീൽ ചെയറിൽ ഇരിക്കേണ്ടി വന്നു. അതെന്താ റോപ്പ് പൊട്ടി എന്താ ഉണ്ടായത്? അതൊരു അസാൾട്ടിന്റെ ട്രെയിനിങ് ആയിരുന്നു. 2021 ഫെബ്രുവരിയിൽ പറ്റിയതാ, പഞ്ചാബിൽ വെച്ചിട്ട്. അതായത് ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ട്, അതിൽ നടന്നിട്ട് ഒരു സ്റ്റെപ്പ് കയറണം, കേറിയിട്ട് തിരിഞ്ഞിട്ട് ഇറങ്ങണം. റോപ്പല്ല, നെറ്റാണ്, നമ്മുടെ വലിയ നെറ്റില്ലേ, അത് പിടിച്ചിട്ട് താഴേക്ക് ഇറങ്ങണം. അത് ആ പിടിച്ചേല് കയറ് പൊട്ടിയിട്ട് ബാക്ക് അടിച്ച് വീണതാ. അപ്പൊ അന്ന് തന്നെ എനിക്ക് ആ വീഴുമ്പോ തന്നെ ബോധം പോയിണ്ടായിരുന്നു. ഒരു ദിവസം കഴിഞ്ഞിട്ടാ ബോധം വന്നേ. അപ്പൊ എനിക്ക് ഓർമ്മയില്ല ഞാൻ എങ്ങനെയാ വീണ, എന്താ പറ്റിയെന്ന്. എന്റെ കൂടെ ഉള്ളവര് പറഞ്ഞു തന്നാണ് എനിക്ക് ഇങ്ങനെയാണ് കയറ് പൊട്ടിയിട്ട് വീണതെന്ന്. എന്റെ ബോധം പോയിണ്ടായിരുന്നു. എനിക്ക് റൈഫിൾ കെട്ടിയിട്ട് ഇവിടെയും പറ്റിയിരുന്നു, ചെവിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ സ്പൈനിന് പറ്റിയെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ വേഗം പെട്ടെന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡയറ്റെല്ലാം എടുത്തിട്ട് പോയതായിരുന്നു വലിയ വണ്ടിയിൽ. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാനിങ് എടുത്തപ്പോഴാണ് അറിയുന്നത് സ്പൈനിന് പ്രശ്നമുണ്ട്. അങ്ങനെ എന്നെ വേഗം കമാൻഡ് ഹോസ്പിറ്റലിലെ വിട്ട് അവിടുന്ന് ഒരു 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഓപ്പറേഷൻ ചെയ്തത്. ബാക്കിൽ സ്ക്രൂട്ടി ഉണ്ടായിരുന്നു, 4 സ്ക്രൂട്ടി ഉണ്ട്. അവിടുന്ന് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു എനിക്ക് ഇങ്ങനെ പറ്റിയതാണ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കരുതി നമ്മൾ വീണ ആ ഷോക്കിൽ ഇങ്ങനെ കിടക്കുകയാണ്, കാലനക്കാൻ പറ്റൂല അങ്ങനത്തെയാന്ന് വിചാരിച്ചു. റെഡി ആവും അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ മനസ്സിൽ. എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. ഞാൻ കരുതി എല്ല് പൊട്ടിയതോ എന്താന്ന് എനിക്കും അറിയില്ല. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു അവസ്ഥയില്. ഞാൻ ഇന്നേവരെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടോ അഡ്മിറ്റ് ആയിട്ടോ ഒന്നുമില്ല ഇന്നവരെ. ഒരു പനിയൊക്കെ വരിക അത്രയേ ഉള്ളൂ. അല്ലാണ്ട് മാക്സിമം പണ്ടൊരു കൈ ഫ്രാക്ചർ ആയിട്ട് ഇതിൽ കൂടുതലായി ഞാൻ ഹോസ്പിറ്റലിൽ ഇത്രയും കാലം അഡ്മിറ്റോ ഒന്നും ആയില്ല. വന്നപ്പോൾ അങ്ങനെ വിചാരിച്ചു. ഒരു നേഴ്സ് അവിടുന്ന് പറയുന്നത് കേട്ടതാണ് ഇങ്ങനെയാണ് അവന് പറ്റിയത്, അപ്പോൾ ഇനി നടക്കാൻ പറ്റൂല എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. അപ്പോഴാണ് അത് കേട്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായിപ്പോയി. അങ്ങനെയും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന്ന് തീരെ ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ ഭയങ്കര ഷോക്കായി. ഞാൻ അന്ന് മുതൽ ഭയങ്കര കരച്ചിലും ഇതൊക്കെയായിരുന്നു. ഒത്തിരി കരഞ്ഞ്. എത്ര ആർമിക്കാരനാണെങ്കിലും മനസ്സ് എത്ര സ്ട്രോങ് ആണെങ്കിലും ഇങ്ങനത്തെ അവസ്ഥ പറ്റൂല. അപ്പോൾ അന്ന് കുറെ കരഞ്ഞ്. പിന്നെ കരച്ചിലും ഒരുമാതിരി ഡിപ്രഷൻ പോലെ തന്നെ ഒത്തിരി കരച്ചിലും. പിന്നെയാണ് ഞാൻ വീട്ടില് അച്ഛനോട് പറയുന്നത്. അച്ഛൻ വന്നിരുന്നു അവിടെ. അച്ഛനും തീരെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അച്ഛന് വയ്യാതെ ആയിരുന്നു. അച്ഛൻ തിരിച്ചു പോയി. പിന്നെ അമ്മേനോട് പറഞ്ഞില്ലായിരുന്നു. ഞാൻ ലീവിന് ചെല്ലാൻ നേരമാണ് അമ്മേനോട് പറയുന്നത്. കാരണം ആദ്യം നമ്മൾ അറിഞ്ഞാൽ അമ്മയ്ക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. നമ്മളെ അത്രയും വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാർക്ക് ആരെക്കാളും തീരെ സഹിക്കാൻ പറ്റൂല. ഞാൻ ആക്സെപ്റ്റ് ചെയ്താൽ പോലും അവരിപ്പോഴും ആക്സെപ്റ്റ് ചെയ്തില്ല. അത്രയ്ക്കും ഇതുണ്ട്. അങ്ങനെയാണ് വീട്ടിലൊക്കെ ഞാൻ പിന്നെ അറിയുന്നത്. പിന്നെയാണ് ഞാൻ 7 മാസത്തിന് ശേഷമാണ് ആദ്യമായിട്ട് ലീവിന് വരുന്നത്. ലീവിന് വരുമ്പോഴാണ് ഫേസ്ബുക്ക് വഴി ഇവളെ കിട്ടിയത്. ശരിക്കും നമ്മുടെ ലൈഫ് എവിടെയോ സ്റ്റക്കായി എന്ന് തോന്നിയ സമയത്താണ് നമുക്കൊരു പുതുജീവൻ നൽകുക എന്ന് പറയുന്ന പോലെ അഖിലയുടെ എൻട്രി. സത്യം. കാരണം വീൽ ചെയറിലായത് ഞാൻ പിന്നെ വിചാരിച്ച് അന്നൊക്കെ ഞാൻ ദൈവങ്ങളെയും കുറ്റം പറയായിരുന്നു. ദൈവമല്ല നമ്മളാക്കിയത്, നമ്മുടെ വിധി. പറ്റാനുള്ളത് ഇപ്പൊ എങ്ങനെയായാലും പറ്റും. കാരണം ഇപ്പൊ ദൈവത്തിനെ നോക്കാണ്. ഞാൻ ചെറുപ്പം മുതലേ അമ്പലങ്ങളിലൊക്കെ പോകുന്ന ഒരാളാണ്. അങ്ങനെ പറ്റിയപ്പോ ദൈവത്തിന് ഞാൻ കുറ്റം പറയുന്നു, എന്തിനാ അമ്പലങ്ങളിൽ പോയി അങ്ങനെയൊക്കെ വിചാരിച്ച. പക്ഷെ ഇവള് വന്നപ്പോ എനിക്ക് മനസ്സിലായി ദൈവം കേൾക്കാറുണ്ട്. കാരണം എന്നെ എങ്ങനെ ആക്കിയെങ്കിലും എനിക്ക് സപ്പോർട്ടായിട്ട് ഒരാളെ തന്നില്ലേ. അടുത്തിരുത്തി പൊക്കി പറഞ്ഞിട്ട് എന്തെങ്കിലും ഭാവവ്യത്യാസം നോക്കിയ ഇതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ടോ, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. എന്തായാലും വേറൊരു കാര്യമാണ്, നമ്മുടെ നാട്ടില് പൊക്കം കുറഞ്ഞു, മുടി പോയി, കളർ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ട് പോകുന്ന പെമ്പിള്ളേര് കാണണം, കണ്ട് പഠിക്കണം ഇരിക്കുന്ന മുതലിനെ. അതെ, എന്തായാലും വലിയൊരു കാര്യട്ടോ. അത് ഞങ്ങൾ കമന്റ്സിലും പറഞ്ഞിട്ടുണ്ട്, ആർമിക്കാരനായോണ്ട് മാത്രമാണ് ചിലവര്, എല്ലാവരും ഇല്ല, ഒത്തിരി സപ്പോർട്ടാ നോക്കിയത്. ഇവളെ എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങള് സത്യം പറയാ, ഇത് ഞാൻ വെറുതെ ചുമ്മാ പറയുന്നൊന്നല്ല, ആർമി നിർത്തിപ്പോരി, നമുക്ക് നാട്ടിൽ ജീവിക്കാം, നാട്ടിൽ പോയി എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ നോക്കിയിട്ട് ഞാൻ നോക്കിക്കോളാം നിങ്ങളെ, നിങ്ങൾക്ക് പണിയില്ലെങ്കിലും എനിക്ക് അവിടെ നിന്ന് പോന്നാലും പെൻഷനും കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഇവള് പറഞ്ഞത്, നിങ്ങൾ പോന്നാലും നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിലും ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞവളാണ്. അപ്പം അങ്ങനെയും പറയുകയാണെങ്കിൽ അത്രയും
ഞാൻ കണ്ടതിൽ ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ഒരാളെ കണ്ടില്ല സത്യം പറഞ്ഞാല്. കാരണം അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആർമിയിൽ നിന്ന് നിർത്തി പോന്നോളി. അപ്പൊ ഇവിടെ ആർമി കണ്ടിട്ട് ഒന്നല്ല എന്നെ നോക്കുന്നത്. ഞാൻ എന്നൊരു മനുഷ്യനായ ഒരു സാധാരണക്കാരൻ എന്നെയാണ് ഇവള് സ്നേഹിക്കുന്നത്, അല്ലാണ്ട് ആർമീനോ പണത്തിനോ ഒന്നുമല്ല. ഞാൻ അതിനോട്ട് കുറെ പേരോട് പറഞ്ഞിട്ടുണ്ട് പണം കണ്ടിട്ട് നോക്കുന്നത്, അങ്ങനെയും കമന്റ് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ മറുപടി കൊടുക്കും. അതായത് പണം കൊടുത്താൽ നമുക്ക് സ്നേഹം, പണം കൊടുത്താൽ സ്നേഹം കിട്ടുമോ? ഒരിക്കലും ഇല്ല. പണം കൊടുത്താൽ ഇങ്ങനത്തെ ഒരു പെണ്ണിനെയും കിട്ടൂല. ഞാൻ അവരോടൊക്കെ പറയുന്നതാണ്. എല്ലാവരും ഇപ്പൊ ഒരുപോലെ ചിന്തിക്കണം എന്നില്ലല്ലോ. നെഗറ്റീവ് മാത്രം ചിന്തിക്കാനായിട്ട് നടക്കുന്നവരുണ്ട്. പോസിറ്റീവിന്റെ കൂടെ നെഗറ്റീവ് മാത്രം എന്തെങ്കിലും ഒരു കുറ്റം നമ്മള് ചുകന്നെടുക്കണം, അങ്ങനെ ജീവിക്കുന്നവരും ഉണ്ട്. എനിക്ക് അവരോടൊക്കെ ചിലവരോട് പുച്ഛയുള്ളൂ, ഒന്നും പറയാനില്ല. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം ഇവളെങ്ങനെയാണ്. അതുകൊണ്ടാണ് കൂടിയാണ് ഞാൻ കെട്ടിയത്. പണം കണ്ടിട്ട് നോക്കുന്ന ഒരുത്തിയാന്ന് എനിക്ക് എന്താ എനിക്ക് മനസ്സിലാവില്ലേ. നമ്മുടെ കൂടെ ഇപ്പൊ 3 വർഷം സ്നേഹിച്ചിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പൊ എനിക്കൊരു ഫീല് വരൂലേ, അവള് പൈസ കണ്ടിട്ടാണ് നോക്കുന്നത്, അല്ലെങ്കിൽ എന്റെ ജോബ് കണ്ടിട്ടാണ്. അങ്ങനെ ഒരു ഫീല് വന്നാൽ ഞാൻ തന്നെ ഒഴിയൂലേ. ഞാൻ എന്താ പൊട്ടനാണ്, എനിക്ക് അറിഞ്ഞൂടെ. അപ്പോ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇവള് സത്യം പറഞ്ഞ ഒരു ആത്മാർത്ഥമുള്ള കുട്ടിയാന്ന് മനസ്സിലാക്കിയോണ്ട് തന്നെ സത്യം പറഞ്ഞു എന്റെ കൂടെ ഉണ്ടെങ്കിൽ കട്ടയ്ക്ക് സപ്പോർട്ടും ആയിരിക്കും. അതേപോലെ ഇവളെ പൊന്നുപോലെ നോക്കാൻ പറ്റുന്ന എനിക്കൊരു ഉറപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഞാനും കെട്ടിയത്. എനിക്ക് ഇവളെ സന്തോഷമായിട്ട് നല്ല പൊന്നുപോലെ നോക്കാൻ പറ്റും. നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ ഓരോ ഭാഗ്യങ്ങൾ പല രീതിയിലാണ് വരിക. എന്തായാലും എന്താ പറയാ, ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ രൂപത്തിലാ അത്ര പൊക്കല്ല, ഓരോ നിമിത്തല്ലേ. ദൈവം ഡയറക്റ്റ് ആയിട്ട് വരുമോ? ആരെ മുന്നിലെങ്കിലും വന്നിട്ടില്ലല്ലോ, ഓരോ രൂപത്തിലല്ലേ വരിക. അപ്പൊ ദൈവം ഇന്നെങ്ങനെ ആക്കിയെങ്കിലും ദൈവം ആക്കിന്നല്ല കേട്ടോ പറയുന്നത്, എനിക്കൊരു സപ്പോർട്ടായിട്ട് ദൈവം തന്നെ വിട്ടതാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി എനിക്ക് താങ്ങാൻ പൊക്കുന്നതിന്റെ കൂടെ വേറെ കാര്യം പറയുന്നത്, ഞാൻ പറഞ്ഞില്ല എന്നെ ഇങ്ങനെ കാണല്ല, നല്ല അടിപിടി തന്നെയാ. എന്നെ പിടിച്ചടിക്കല്ല, തമാശക്ക്. അതായത് ഇങ്ങനെ അയ്യോ പാവം വീൽ ചെയറിലുള്ള അങ്ങനെയൊന്നല്ല. സാധാരണ എങ്ങനെയാണോ ഞാൻ പറഞ്ഞ, എടി എനിക്ക് കുറച്ച് പരിഗണന കൊണ്ടാണ്, ഞാൻ ഓൾറെഡി ഇങ്ങനെ തന്നെയല്ലേ, സാധാരണ നീറ്റ് നടക്കുന്നില്ലല്ലോ, പരിഗണന പറയാനുള്ളത് ഞാൻ പറയുന്നത് അതല്ല. ഇത്ര ഒരു മാലാകയുടെ ചിറകൊക്കെ ചിറക് പോയി, അതാ ഞാൻ പറഞ്ഞത്. ഏട്ടനും പറയുന്നുണ്ട് കൊറേ പോക്കുന്നു, അതിന്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ അതും കൂടെ പറയണല്ലോ. വാശി പടി ബഹളമൊക്കെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവുന്ന ആണോ? അപ്പൊ ഞങ്ങളെന്ന് പറഞ്ഞാ എങ്ങനെയാണോ സാധാരണ ആൾക്കാരുള്ളത്, അവരെ അടിപൊളിയായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അടിയും പിടി വാശി തല്ലുംപിടി കല്യാണം കഴിയുന്ന ഒരു ബോധം ഇപ്പോഴാ ഫ്രണ്ട്ഷിപ്പിൽ വൈഫ് ഹസ്ബൻഡ് ആയിട്ടൊന്നല്ല ഞങ്ങളൊക്കെ. എങ്ങനെയാണോ ഞങ്ങളെ ഇപ്പൊ ഞങ്ങളെ കൂടെ നിൽക്കുന്നവർക്കും വീട്ടുകാർക്കും ഒക്കെ മനസ്സിലായി. ഞങ്ങളെന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അടിപൊളി, അങ്ങനെ വേണം എപ്പോഴും. അങ്ങനെയാണ് ഞങ്ങൾ. അല്ല, ഈ കല്യാണത്തിലേക്ക് എത്തുമ്പോൾ വീട്ടില് എന്തെങ്കിലും പ്രശ്നങ്ങൾ? കല്യാണം എത്തുമ്പോന്ന് പറഞ്ഞാല് ഞങ്ങളെ എത്തുന്നത് തന്നെ ഇവളുടെ വീട്ടിൽ അറിഞ്ഞാൽ പ്രശ്നമാവോ എന്ന് കരുതിയിട്ടാണ് കല്യാണത്തിലേക്ക് എത്തുന്നത്. അതായത് ഞാൻ ഒരു ലീവ് വരാനായിണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ലീവ് കിട്ടാൻ പണിയാ. ഇവളെ അച്ഛൻ ഗൾഫിലാണുള്ളത്. അപ്പൊ അച്ഛൻ ഗൾഫിൽ നിന്ന് വരാനും ആയിണ്ട്. അപ്പൊ അച്ഛൻ അറിഞ്ഞാല് കുറച്ച് പ്രശ്നമാവും. കാരണം ഏട്ടനും അറിയാലോ, ഇങ്ങനത്തെ ഒരാളെ ഏതായാലും വീട്ടുകാർ ഇന്നത്തെ കാലത്ത് എന്തായാലും ആക്സെപ്റ്റ് ചെയ്യില്ല. ഇവളെ ആക്സെപ്റ്റ് ചെയ്ത പോലെ വീട്ടുകാർ ചെയ്യണമെന്നില്ല. അത് ഇവളും പറഞ്ഞു ഒരിക്കലും ചെയ്യൂലെന്ന്. നിങ്ങളെ കാര്യം അറിഞ്ഞാൽ എന്നെ വേറെ പിടിച്ച് കെട്ടിക്കുന്നു പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇവളെന്നെ എന്നോട് പറയുന്നത്, നമുക്ക് അടുത്തതിൽ രജിസ്റ്റർ മാരേജ് ചെയ്തടാ. ഞാനും പറഞ്ഞ എന്നാൽ നമുക്ക് അങ്ങനെ ഒരു പ്ലാനിലേക്ക് വരുന്നത്. ഞങ്ങൾ മാരേജ് ചെയ്യണം എന്നൊന്നല്ല വിചാരിച്ചത്, രജിസ്റ്റർ മാരേജ്. അങ്ങനെയാണ് പിന്നെ ആർക്കും വീട്ടുകാർക്ക് പോലും പിരിക്കാൻ പറ്റൂല. അങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ അവതരിപ്പിച്ചിരുന്നു, അളിയൻ വഴി. ഡയറക്റ്റ് അച്ഛനോട് പറയാൻ ഒരു ചടപ്പുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അളിയനോട് പറഞ്ഞു, അളിയനാണ് അച്ഛനോട് വിവരം പറയാൻ. അപ്പൊ എൻ്റെ വീട്ടിൽ വലിയ പ്രശ്നമില്ലായിരുന്നു. ഇവളെ വീട്ടിൽ എന്തായാലും പ്രശ്നം ഉണ്ടാവും. അത് അറിയുന്നതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. ഇവളങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വന്ന് ഞങ്ങൾ എറണാകുളത്ത് ഉണ്ടായിരുന്നു. രജിസ്റ്റർ മാരേജിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 15 ദിവസം ഫോട്ടോ ഒട്ടിച്ചിടും. അപ്പൊ 2 സ്ഥലത്തും അറിയും. അത് മാറ്റിയിട്ടാണ് ഞങ്ങള് അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ മാരേജ് ചെയ്തിടാം. പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് ചെയ്തിട്ട് ഇവളെ വീട്ടിലേക്കും പറഞ്ഞു വിടാം, ഞാൻ എന്റെ വീട്ടിലേക്കും പോകും. അങ്ങനെയായിരുന്നു പ്ലാന്. അങ്ങനെ എറണാകുളത്തപ്പൻ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ പോയി ഇവളെ അങ്ങോട്ട് വന്ന് ഞങ്ങൾ അവിടെ പോയി നിന്ന് അവിടെ നിന്നാണ് മാരേജ് ചെയ്യുന്നത്. മാരേജ് ചെയ്യുന്നത്. മാരേജ് ടൈമില് എന്റെ ചേച്ചി അങ്ങോട്ട് ഉള്ളിലേ വന്നില്ലായിരുന്നു. ഞങ്ങളെ ഏറ്റവും ഹെൽപ്പ് ചെയ്ത ഒരാളുണ്ടായിരുന്നു. അതായത് എന്റെ യൂണിറ്റ് നല്ല സപ്പോർട്ട് ഉണ്ട്. ഒരു സുജിത് സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. ആ സാറിന്റെ വൈഫ് ആയിരുന്നു ചേച്ചിന്റെ സ്ഥാനത്ത് നിന്നിട്ട്. അപ്പൊ ഇന്നേ വരെ ഞങ്ങൾ പറഞ്ഞില്ല, വിട്ടുപോയൊരു കാര്യമാണ്. കാരണം ചേച്ചി ഒത്തിരി ഹെൽപ്പ് ആയിരുന്നു ഞങ്ങൾക്ക്. ആ ചേച്ചിയും
എന്റെ യൂണിറ്റിലെ സാറാണ്, എൻ്റെ ഒരു സീനിയർ സാറാണ്. പക്ഷെ എന്നോട് നല്ല കമ്പനിയുള്ള സാറാണ്. അവിടെ ചെന്നാലും എന്നെ ഒരു ജൂനിയർ ആയിട്ട് കണ്ടിട്ടൊന്നുമില്ല, ഒരു നല്ല കമ്പനിക്കാരൻ പോലെ. അപ്പോൾ ആ സാറിനെ ഞാൻ അങ്ങനെ വിവരം ഉണ്ട് പറഞ്ഞപ്പോൾ സാറ് വന്ന് വൈഫിനെയും കൂട്ടി വന്ന്, ചേച്ചിക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ആ സാറിന്റെ വൈഫാണ് ആ അമ്പലത്തിൽ വന്നിട്ട് ഞങ്ങളെ നമ്മുടെ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നെല്ലാം ചേച്ചിയുടെ സ്ഥാനത്ത്. പിന്നെ വേറൊരു സാബിന്റെ വൈഫും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ, രണ്ടുപേരും ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. എന്നിട്ട് അവിടെ നിന്ന് മാരേജ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ എൻ്റെ അളിയന്മാര് പറഞ്ഞ് കെട്ടിയ പെണ്ണിനെ വീട്ടിലേക്കാണ് കൊണ്ടുപോകേണ്ടത്, തിരിച്ച് അങ്ങോട്ടല്ല വിടണ്ടേന്ന് പറഞ്ഞു. കെട്ടിക്കഴിഞ്ഞ പെണ്ണിനെ നമ്മളെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോകും. അപ്പൊ ഞങ്ങളെ പ്ലാന് മാറി. ഒരു ദിവസം വീട്ടിൽ പോയിട്ട് തിരിച്ചു വിടാന്നായി. അപ്പൊ എന്റെ വീട്ടിലെ ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു അവളെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അപ്പൊ നാട്ടിലൊക്കെ ചോദിക്കൂലേ കണ്ണ ഏതൊരു പെണ്ണിനെ കൊണ്ടുവരുന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളെ എല്ലാ ഫോട്ടോയും ഇതൊക്കെ സ്റ്റാറ്റസ് എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് നമുക്ക് ഇത്ര മണിയാകുമ്പോ സ്റ്റാറ്റസ് ഇടണം, ഇൻസ്റ്റയില് സ്റ്റോറി ഇടണം, ഗ്രൂപ്പിൽ ഇടണം. കാരണം എന്റെ നാട്ടിൽ അറിയണല്ലോ ഞാൻ ഏതൊരു പെണ്ണിനെ വിളിച്ചു കൊണ്ടുവരുന്ന കല്യാണം കഴിഞ്ഞെന്ന് ആളെ അറിയണ്ടേ. ശരിക്കും ആരും ഇത് അറിഞ്ഞില്ല, അച്ഛനും അമ്മ ചേച്ചിമാര് മാത്രമേ അറിഞ്ഞിട്ടില്ല, അപ്പൊ ഇങ്ങനെ ചെറിയമ്മേന്റെ മോളോട് അമ്മ ഇങ്ങനെ അപ്പം വിളിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു, തന്റെ ഇത് നോക്കുന്നു പറഞ്ഞു. അവള് നോക്കിട്ട് കൊള്ളാലോ ഇതാരാ വല്ല വല്ല കണ്ണേട്ടനല്ലേ. പിന്നെ അവള് പറയുന്നത് എന്റെ അനിയത്തി തന്നെ അത് കണ്ണേട്ടനല്ലേ. പിന്നെ അപ്പോഴാണ് അറിയുന്നത് എല്ലാരും എന്റെ മാരേജ്. കാരണം പണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനൊക്കെ ഒരു സ്വപ്നം ഉള്ളായിരുന്നു. അതായത് എൻ്റെ വലിയ പരിപാടി 24-ാം വയസ്സായപ്പോഴും എൻ്റെ കല്യാണക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ വീട്ടിൽ നിന്ന്. അപ്പൊ അച്ഛനെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കല്യാണത്തിന് വലിയ സ്വപ്നമായിരുന്നു. കാരണം ജോബൊക്കെ കിട്ടി സെറ്റിൽ ആയാണല്ലോ. അപ്പൊ വലിയ 2 ചേച്ചിമാരാണ് എനിക്ക്, 2 ചേച്ചിമാരെയും കെട്ടിച്ചു വിട്ടായിരുന്നു, ഞാനേ ഉള്ളായിരുന്നു. അപ്പൊ വലിയ പരിപാടി നടത്തണം എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. അച്ഛൻ ഒത്തിരി സ്വപ്നം ഉള്ളായിരുന്നു, അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും. അപ്പൊ അങ്ങനെയുള്ള ഇടത്തുനിന്ന് ഇപ്പൊ ഒരു ചുരുങ്ങിയാണെങ്കിലും ഇനിയിപ്പൊ ഞങ്ങൾ ഏപ്രിലിൽ വലിയ പരിപാടി തന്നെ നടത്തുന്നുണ്ട്. പിന്നെ ഗുരുവായൂർ വെച്ചൊന്ന് മാലയിടണമെന്ന് ഞങ്ങളെ സ്വപ്നമായിരുന്നു. ഞങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ കല്യാണം ദൈവം നടത്തി തരട്ടെ, നമുക്ക് ഗുരുവായൂർ തന്നെ നേർച്ച പോലെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് അച്ഛനും അമ്മയൊന്നും അന്ന് ഇല്ലായിരുന്നല്ലോ, അവിടെ വരാൻ പറ്റില്ലല്ലോ. ഇവിടെ വീട്ടിൽ നിന്നാണേലും ആരും ഇല്ല. അപ്പൊ കുടുംബക്കാരും കൂടെ വേണല്ലോ, പോവാൻ വേണ്ടിട്ടുള്ള ആരോടും അങ്ങനെ പറയാണ്ട്. അപ്പൊ ഗുരുവായൂരിന്ന് നടത്തിയില്ല. അപ്പൊ ഇനി ഏപ്രിലിൽ വെച്ചിട്ട് ഞങ്ങള് ഗുരുവായൂരിന്ന് ഒരു ചെറിയ മാല, തുളസി മാല ഇട്ടിട്ട് വീട്ടിൽ നിന്ന് ഒരു ഫംഗ്ഷൻ പോലെ. ആർക്കും ചെക്കന്മാരും പറയുന്നുണ്ടാവും എങ്ങനെയാണെങ്കിലും മാരേജ് കഴിഞ്ഞാല് ചെലവ് കൊടുക്കണ്ടേ, ഇങ്ങനെയാണെങ്കിലും മാരേജ് ചെയ്തില്ലേ, അപ്പൊ എന്തായാലും ഫംഗ്ഷൻ ഒക്കെ കൊടുക്കണ്ടേ. അപ്പൊ ആർക്കും ഒന്നും കൊടുത്തില്ല ഞാൻ, ചുറ്റുവട്ടത്ത് ആർക്കും ഒരു ഫംഗ്ഷനും കൊടുത്തില്ല. ഏപ്രിലില് അങ്ങനെ ആർഭാടായിട്ട് നാട് മൊത്തമല്ല ഞാൻ പറഞ്ഞത്, ഒന്ന് വിളിച്ചിട്ട് എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് വിളിച്ചിട്ട് ഒരു ചെറിയ പാർട്ടി പോലെ ഫംഗ്ഷൻ പോലെ. അല്ല ഇതെങ്ങനെ വീട്ടിലറിയുന്ന പറഞ്ഞാല് ഞാൻ ഇത് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് എന്റെ വീട്ടിലറിഞ്ഞില്ല. ഇവള് എന്റെ വീട്ടിലേ പോകുന്നു, ഒരു ദിവസം നിക്കുക. അപ്പോഴൊന്നും അവിടെ അറിഞ്ഞില്ല, അപ്പോഴും അറിഞ്ഞില്ല അവിടെ. ഈ നാട്ടുകാരൊക്കെ ആൾക്കാർ ഇവിടെ ഇവരിട്ട് കഴിഞ്ഞാൽ കോഴിക്കോട് മാത്രല്ല കൊല്ലത്ത് എത്തൂലല്ലോ അങ്ങനെ. ആ ഒരു ചിന്തയില ഞങ്ങൾ വിട്ടത്. പക്ഷെ അത് ഇൻസ്റ്റയില് ഞങ്ങളൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതവിടെ കുറച്ച് അത്യാവശ്യം പേര് കണ്ട് കൊല്ലത്തുനിന്ന് ഇവളെ അമ്മ വിളിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് വീട്ടിലൊക്കെ പ്രശ്നമായി. അമ്മയെ അറിഞ്ഞില്ലായിരുന്നു. അനിയനാ പോയിട്ട് പറഞ്ഞത് ഇങ്ങനെ വീഡിയോ കണ്ടു. ഞാൻ ഇവിടെ ഫോട്ടോ കണ്ടിട്ട് ഇങ്ങനെ എന്നെ അറിയാവുന്നവർ അയച്ചു കൊടുക്കൂല, ഇങ്ങനെ മോളുടെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട്. അച്ഛപ്പ സ്ഥലത്തില്ല, ഗൾഫിലാ. അപ്പം അച്ഛന്റെ സ്ഥാനത്ത് ഇരിക്കുന്ന കൊച്ചച്ഛനാ. കൊച്ചച്ഛൻ വന്നിട്ട് അമ്മേനെ വിളിച്ചോട് ചോദിച്ചു ഞാൻ എവിടെയാണ്. അങ്ങനെ പ്രശ്നമായി. അപ്പോഴാണ് അവരറിയുന്നത്. രാത്രി തന്നെ അറിഞ്ഞു? രാത്രി ഇല്ല, പിറ്റേന്ന് അറിഞ്ഞു. അന്നൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പിറ്റേന്ന് തിരിച്ചു വിടാൻ നിന്നത് അവളെ കൊല്ലത്തേക്ക്. ഇത് അറിഞ്ഞ സ്ഥിതിക്ക് പിന്നെ വിടാൻ പറ്റൂലല്ലോ. പിന്നെ അറിഞ്ഞ അവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അവര് നേരെ ചെന്നിട്ട് എന്താ കല്യാണം കഴിഞ്ഞാന്നൊക്കെ അവരറിഞ്ഞ. അവര് പോയിട്ട് ഇത് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത്. അപ്പൊ പോലീസ് എന്നെ വിളിച്ചിരുന്ന SI അവിടുത്തെ. അപ്പൊ ഞാൻ ഇങ്ങനെ അവളെ ഇഷ്ടപ്രകാരം വന്നാണ്. ഞങ്ങളെ മാരേജ് കഴിഞ്ഞ് മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ അയച്ചു കൊടുത്തു. പോലീസ് പറഞ്ഞു അതിലൊന്നും കുഴപ്പമില്ല, അവളുടെ ഇഷ്ടമാണല്ലോ. പക്ഷെ അവിടെ കംപ്ലൈന്റ് കിട്ടിയ സ്ഥിതിക്ക് അവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇല്ല FIR ഇടേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന്, ഞാനും എൻ്റെ അച്ഛനും എല്ലാവരും കൂടെ. ഞങ്ങൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് ചെല്ലുമ്പോൾ, അവരെ സ്ഥലത്തേക്ക് പോവല്ലേ, എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ചെറിയച്ഛനും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛന്റെ മാമനൊക്കെ വന്ന് കുറച്ച് ആൾക്കാർ, പിന്നെ എന്റെ അമ്മേന്റെ വീട്ടിൽ നിന്നും കുറച്ച് ആൾക്കാർ വന്നു. അന്ന് അവിടുന്ന് ഞാൻ പോലീസിന് എഴുതി ഒപ്പിട്ട് കൊടുത്ത്, ഇനി ഇവളുടെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാന്ന് പറഞ്ഞിട്ട് ഏറ്റെടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് അങ്ങനെ
കൂട്ടി അന്ന് പോകുന്നതാണ്. കൂടെ കൂടിയാണ്. അങ്ങനെയാണ് പക്ഷെ അന്ന് പോലീസ് സ്റ്റേഷനിൽ പോയതിനു ശേഷം എല്ലാരും ഓക്കെ ആയി. അന്ന് ലഡു ഒക്കെ മേടിച്ചിട്ട് പോലീസുകാർ എന്നെ മേടിപ്പിച്ച ഞാൻ അമ്മയ്ക്ക് കൊടുത്ത്. ആണോ? അവിടുത്തെ വല്യമ്മയ്ക്ക് മാമന്റെ പേരെന്തായിരുന്നു? മാമ വന്ന് ചോദിച്ചിരുന്നു എന്നോട് കാറിന് എന്ത് പറ്റിയതാ എങ്ങനെയാ. അപ്പൊ പുള്ളി നല്ലവരാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ കാര്യം പറഞ്ഞു ഇങ്ങനെ. അപ്പൊ എന്നോട് പറഞ്ഞു, ദൈവമാണ്, നമ്മൾക്കൊന്നും നമ്മുടെ കയ്യിലല്ല, പറ്റണ്ടേ പറ്റി. അവള് പെണ്ണിട്ട് മനസ്സറിഞ്ഞ് ഞങ്ങളെ സ്നേഹിച്ചിട്ട് തന്നെയാണ് കൂടെ പോകുന്നത്. അപ്പൊ ഇതൊന്നും മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ നടത്തി തരുമായിരുന്നു എന്ന് പറഞ്ഞു. കാരണം എന്താ, ഇപ്പൊ മാരേജ് കഴിഞ്ഞോണ്ടാ പറയുന്നത്. അത് പറയാൻ പറ്റൂല കേട്ടോ. ചിലപ്പോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെ ചിലപ്പോ ഇവളെ വേറെ പിടിച്ച് കെട്ടി എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല, ഇവളെ നഷ്ടമായേനെ. നഷ്ടമാവണ്ടെന്നുള്ള ഒരു പേടിയിലാണ് ഞങ്ങള് ഇങ്ങനെയൊക്കെ ചെയ്തത്. സംഭവിച്ചതെല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് അനുകൂലമായി. കാരണം നേരെ അതായത് വേറെ ആരെങ്കിലും ആണെങ്കിലും പിന്നെ കച്ചറ ചെയ്ത. പക്ഷെ വീട്ടുകാർ ഇപ്പൊ അടിപൊളിയായിട്ടാണ് ഞങ്ങളോട് എന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. അമ്മയും എല്ലാവരും കൂടെ വന്നിരുന്നു. അച്ഛൻ കുറച്ചൊരു ഇത് ഉണ്ടായിരുന്നു, പക്ഷെ ദേഷ്യമൊക്കെ മാറി എനിക്ക് പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അച്ഛപ്പോഴും ഗൾഫിലാണ്, പിന്നെ വന്നില്ല. എനിക്ക് ഓണസദ്യന്റെ അവിടുത്തെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിരുന്നു. അപ്പൊ എനിക്ക് തോന്നി അച്ഛനും ഇപ്പൊ കുറച്ചൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട്.